അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളയ്ക്കണം, തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇതിലേക്ക് കുറച്ചൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും, ചെറിയ ഉള്ളിയും മുളകും അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന വെള്ളത്തിലോട്ട്, തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. നല്ല തിളച്ച വെള്ളത്തിലോട്ടാണ് നമ്മളിത് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്തേക്കണം. അടുപ്പങ്ങ് ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കി തണുക്കാൻ തന്നെ വയ്ക്കണം. ഇതിപ്പോൾ തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കണ്ണാടി ബൗളിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഒരു അര ഭാഗം ചെറിയ ബൗളിൽ വിനാഗിരി കണ്ടോ, വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കും. വെള്ളത്തിൻ്റെ അംശമേ പാടില്ല, എങ്കിൽ പിന്നെ അത് ചീത്തയിപ്പം. വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം. ഈ ഉള്ളിയാണെങ്കിലും മുളകാണെങ്കിലുമൊക്കെ തുടച്ച് വൃത്തിയാക്കി വേണം ഇതിലോട്ട് ഇടേണ്ടത്. അപ്പം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കണം കേട്ടോ.